എന്താ ദേവിക, എന്താ കാര്യം? മാഡം, നമ്മളിപ്പോ തുല്യ ദുഃഖിതര, ഒരേ വഞ്ചിയിലെ യാത്രക്കാർ. മാഡത്തിന്റെ മകനെ കുറിച്ചുള്ള വിഷമോ? എനിക്ക് എന്റെ ഭർത്താവിനെ കാണാത്തതിന്റെ ടെൻഷൻ. ഇപ്പോ എന്നെ സഹായിക്കാൻ മാഡത്തിനെ പറ്റുള്ളൂ. നന്ദു എവിടെയാണെന്ന് മാഡം പറയണം. ദേവിക, എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ പോലീസിന്റെ പണി നീ അങ്ങ് സ്വയം ഏറ്റെടുത്തേക്കുവാണോ? ഈ നിൽക്കുന്ന ആള് നിനക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞല്ലോ. കണ്ടാൽ അറിയാം തനി ഗുണ്ടയാണെന്ന്. അതെ മാഡം, അല്പം ഗുണ്ടായസൊന്നുമില്ലാതെ ഇക്കാലത്ത് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. അതൊക്കെ താൻ തന്റെ വീട്ടിലെടുത്താ മതി. ഗുണ്ടകൾ ഒരുപാട് എണ്ണത്തിനെ കണ്ടിട്ടുള്ളവളാ ഞാൻ. അതറിയാം മാഡം. ഏത് ടീമിനെ കൊട്ടേഷൻ കൊടുത്ത് നന്ദൻ സാറിനെ മാറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞാ മതി, ഞങ്ങളങ്ങ് വെക്കോളാം. ദേവിക, ഇയാളെയും വിളിച്ച് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ അറിയാലോ നിനക്കെന്നെ. ഏയ് മാഡം, അങ്ങനെ വിരട്ടാതെ. ചേട്ടാ വേണ്ട. നന്ദുവിനെ കുറിച്ച് മാഡത്തിന് ഒരു അറിവും ഇല്ലെന്നാണോ? സത്യവാ, എന്റെ മോൻ ഋഷിയാണ് സത്യം. എനിക്കറിയില്ല ദേവിക. ശരി, ഞാൻ വിശ്വസിച്ചു. മാഡം ഇപ്പൊ സത്യം ഇട്ടത് മരണപ്പെട്ടു പോയ സ്വന്തം മകന്റെ പേരില. ആ മോനെ കൊന്നു കുഴിച്ചു മൂടിയത് എന്റെ ഭർത്താവ്. ഋഷിയെ കൊലപ്പെടുത്തിയത് ആദ്യം നന്ദു ഞങ്ങളോട് മൂടി വെച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ഒക്കെ തുറന്നു പറഞ്ഞു. ഞങ്ങൾ നന്ദുവിനെ പോലീസിൽ ഹാജരാക്കാനിരുന്നതിന്റെ തലേന്ന നന്ദു കാണാതാവുന്നേ. ഇപ്പൊ ഞാൻ പശ്ചാത്താപം കൊണ്ട് നീറുക. ഒരു മകൻ മരിച്ചതറിഞ്ഞിട്ട് സ്വന്തം അമ്മ അവന് വേണ്ടി കാത്തിരിക്കുന്നു. എന്റെ വിഷമത്തേക്കാൾ എത്രയോ മേലെയാ മാഡത്തിന്റെ സങ്കടം. ഋഷിയുടെ ഡെഡ് ബോഡി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം ഉടനെ കണ്ടെത്തണമെന്നും അവശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ മാഡത്തെ ഏൽപ്പിക്കണമെന്നും ഞാൻ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസപ്രകാരം ആത്മാവിന്റെ ശാന്തിക്കുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം. ബലിയിടണം, പിണ്ടം വെക്കണം, അസ്ഥി ഒഴുക്കണം. മരണാനന്തര ക്രിയകൾ നമുക്കുടനെ ചെയ്യണം. ഋഷി എവിടെയാ കുഴിച്ചു മൂടിയതെന്ന് ഞാൻ കണ്ടുപിടിക്കും.